നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. RSS പ്രവർത്തകനായ തൊഴിയൂർ സുനിലിനെ കൊലപ്പെടുത്തിയ കേസിൽ 9ാം പ്രതി അറസ്റ്റിൽ. കയ്പമംഗലം സ്വദേശി കൊടുങ്ങൂക്കാരൻ വീട്ടിൽ നവാസ് ആണ് പിടിയിലായത്. ഗൾഫിലായിരുന്ന ഇയാൾ നേപ്പാൾ വഴി ഇന്ത്യയിലേക്ക് ഒളിച്ചുകടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത്. ഇതോടെ കേസിലെ 9 പ്രതികളിൽ 7 പേരും അറസ്റ്റിലായി. കൊലപാതകത്തിന്റെ സൂത്രധാരനായ സെയ്തലവി വിദേശത്ത് ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. നേരത്തെ മതിലകത്ത് ഒരു കൊലപാതക കേസിലും നവാസ് പ്രതിയായിരുന്നു. മതിയായ തെളിവില്ലാത്തതിനാൽ വെറുതെ വിടുകയായിരുന്നു. തൊഴിയൂർ സുനിൽ വധത്തിനു ശേഷം വിദേശത്തായിരുന്നു നവാസ്. 1994 ഡിസംബർ 4-നായിരുന്നു നാടിനെ നടുക്കിയ കൊലപാതകം. തൊഴിയൂരിലെ RSS കാര്യവാഹകായ സുനിലിനെയും കുടുംബാംഗങ്ങളെയും അർദ്ധരാത്രി ഒരു സംഘം വന്ന് അതിദാരുണമായി ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി വെട്ടേറ്റ സുനിലിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. സഹോദരൻ സുബ്രഹ്മണ്യന്റെ ഇടതുകൈ വെട്ടേറ്റ് അറ്റുപോയി. ഇത് പിന്നീട് തുന്നിച്ചേർക്കുകയായിരുന്നു. സുനിലിന്റെ അച്ഛൻ, അമ്മ, പെങ്ങൾ തുടങ്ങി എല്ലാവർക്കും വെട്ടേറ്റിരുന്നു. കേസിലാദ്യം CPM പ്രവർത്തകർ ഉൾപ്പെടെ 9 പേരെ ഗുരുവായൂർ പോലീസ് പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ 4 പേരെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഹൈക്കോടതി ഇവരുടെ ശിക്ഷ റദ്ദാക്കി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. TP സെൻകുമാർ ക്രൈംബ്രാഞ്ച് DIG ആയിരുന്ന കാലത്താണ് ജമിയത്തുൽ ഇസാനിയയിലേക്ക് അന്വേഷണം എത്തിയത്. ജമിയത്തുൽ ഇസാനിയയുടെ സജീവ പ്രവർത്തകരാണ് പിടിയിലായിട്ടുള്ളവർ. വിദേശത്തായിരുന്ന നവാസിന്റെ പാസ്പോർട്ട് കണ്ടുകെട്ടണമെന്ന് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ അപ്പീൽ നൽകി. അപ്പീൽ അനുവദിച്ച് പാസ്പോർട്ട് റദ്ദാക്കി. ഇതേ തുടർന്ന് ഗൾഫിൽ നിന്നും നേപ്പാളിലെത്തി റോഡ് മാർഗം ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ലുക്കൌട്ട് സർക്കുലർ ഉള്ളതിനാൽ അതിർത്തിയിൽ പാസ്പോർട്ട് പരിശോധനയ്ക്കിടെ ഇയാൾ പിടിയിലായി. വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെത്തിയ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ റിയാസ് രാജയുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ക്രൈംബ്രാഞ്ച് DYSP PM മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം തൊഴിയൂരിലെ സുനിലിന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. DYSPയെ കൂടാതെ SI മാരായ തോംസൺ, പ്രേമൻ, ജയപാലൻ എന്നിവരും തെളിവെടുപ്പ് സംഘത്തിൽ ഉണ്ടായിരുന്നു. സംഭവത്തിലെ മുഖ്യപ്രതിയെ കഴിഞ്ഞ ജൂലൈ 20-ന് പിടികൂടിയിരുന്നു. വാടാനപ്പള്ളി അഞ്ചങ്ങാടി പുയ്യുവീട്ടിൽ ഷാജുദ്ദീനാണ് പിടിയിലായത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴാണ് ഇയാൾ പിടിയിലായത്. 9 കുറ്റാരോപിതരിൽ 1ാം പ്രതി സെയ്തലവി അൻവരിയെ ഇതുവരെയും പോലീസിന് പിടികൂടാനായിട്ടില്ല. ചേകന്നൂർ മൗലവി തിരോധാന കേസിൽ മുഖ്യപ്രതിയാണ് ഈ കേസിലെ 1ാം പ്രതി കൂടിയായ സെയ്തലവി അൻവരി. കുന്നംകുളത്ത് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ സംഘർഷം. ഒരാൾക്ക് പരിക്ക്. പാലപ്പെട്ടി അൽഫാസ ആംബുലൻസ് ഡ്രൈവർ അണ്ടത്തോട് വീട്ടിൽ ഹനീഫയ്ക്കാണ് പരിക്കേറ്റത്. അണ്ടത്തോട് മുസ്തഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ആംബുലൻസ് ഡ്രൈവർ നിസാറാണ് ആക്രമിച്ചതെന്ന് ഹനീഫ പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി 7:30-യോടെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ വെച്ചാണ് സംഘർഷമുണ്ടായത്. ഇരുവരും തമ്മിൽ നേരത്തെ തർക്കം നിലനിന്നിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണം ഉണ്ടായത്. സംഘർഷ സമയത്ത് ഇരു ആംബുലൻസുകളിലും രോഗികൾ ഉണ്ടായിരുന്നതായി പറയുന്നു. പരിക്കേറ്റ ഹനീഫയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസന ഫണ്ടിൽ ഡിവിഷൻ മെമ്പർ AK സുബൈറിന് അനുവദിച്ച പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന കവാടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈർ നിർവഹിച്ചു. തുടർന്ന് സൽക്കാര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് ബഷീർ ഒറ്റകത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസീസ്, SMC ചെയർമാൻ അജിത് താഴത്ത്, MTA പ്രസിഡന്റ് ഫൗസിയ, വികസന സമിതി കൺവീനർ ഇബ്രാഹിം മാസ്റ്റർ, അംഗങ്ങളായ ഖാലിദ് മംഗലത്തിൽ, പ്രസാദ് ചക്കാലക്കൽ, ജസീറ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് സരസ്വതി ടീച്ചർ സ്വാഗതവും ജയകൃഷ്ണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ഇസ്രായേൽ അമേരിക്കൻ പിന്തുണയോടെ നടത്തുന്ന അധിനിവേശങ്ങൾക്കെതിരെ CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം ആചരിച്ചു. ചാവക്കാട് MR സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച സാമ്രാജ്യത്വ വിരുദ്ധ റാലി നഗരം ചുറ്റി കൂട്ടുങ്ങൽ ചത്തുരത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TT ശിവദാസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AH അക്ബർ, MR രാധാകൃഷ്ണൻ, മാലിക്കുളം അബ്ബാസ്, ഷൈനി ഷാജി, TV സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു.
ഖത്തറിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിനെതിരെ CPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം CPI സംസ്ഥാന കമ്മിറ്റി അംഗം രാജാജി മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൗൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, PK രാജേശ്വരൻ, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KK ജ്യോതിരാജ്, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. അഞ്ഞൂർ കത്തോലിക്ക പള്ളിയുടെ കീഴിൽ വരുന്ന വാഴപ്പള്ളി തറവാട് സംഗമം ചേർന്നു. പാലയൂർ ഫൊറോനയിൽപ്പെട്ട വാഴപ്പള്ളി കുടുംബാംഗങ്ങളുടെ ഫൊറോനതല മഹാസംഗമം ആർത്താറ്റ് ഹോളിക്രോസ് കത്തോലിക്ക ദേവാലയ അങ്കണത്തിൽ ഡിസംബർ ആദ്യവാരത്തിൽ ചേരുന്നതിന്റെ മുന്നോടിയായാണ് ഫൊറോനയിലെ മുഴുവൻ ഇടവകയിലും കമ്മിറ്റികൾ നിലവിൽ രൂപീകരിച്ചിട്ടുള്ളത്. അഞ്ഞൂർ കത്തോലിക്ക പള്ളിയിൽ ഇടവക സംഗമം വാഴപ്പള്ളി ദേവസി ജേക്കബിന്റെ വീട്ടിൽ നടന്നു. യോഗം തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. വാഴപ്പള്ളി തറവാട് ഫൊറോനതല പ്രസിഡന്റ് VD ജോഷി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപതയുടെ കത്തോലിക്ക പത്രത്തിന്റെ ഡയറക്ടർ ഫാദർ ബിൽജു വാഴപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. ഫൊറോന സെക്രട്ടറി തോബിയാസ് മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.